നമസ്കാരം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോർഡ്സ് ആണ്. ടു ഓഫ് സോർഡ്സ്, നയൻ ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് കപ്സ്, Ten of Wands, Six of Wands, Queen of Swords. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ റീഡിങ്ങിൽ 10 ഓഫ് സോർഡ്സ് ആൻഡ് 10 ഓഫ് വാൺസ് എന്നീ 2 കാർഡുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇത് വളരെ ശക്തമായൊരു സൂചനയാണ്. 10 എന്ന സംഖ്യ ഒരു പൂർണ്ണതയെ അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ അവസാനത്തെയാണ് കുറിക്കുന്നത്. 10 ഓഫ് വാൺസ് ഈ ബന്ധത്തിൽ മുമ്പുണ്ടായിരുന്ന കനത്ത വൈകാരിക ഭാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒറ്റയ്ക്ക് എല്ലാം ചുമക്കേണ്ടി വന്ന അവസ്ഥ, വല്ലാത്ത മാനസിക സമ്മർദ്ദം, ഇങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പണിപ്പെട്ട കാലം, ഇതെല്ലാം ഈ കാർഡിൽ കാണാം. 10 ഓഫ് സോർഡ്സ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് വേദനകളും സങ്കടങ്ങളും അവസാനിക്കുന്നു എന്നതാണ്. അതായത് അനുഭവിക്കാനുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ഇനി ബാക്കിയില്ല. പഴയ ആ അധ്യായം പൂർണ്ണമായും അടഞ്ഞു കഴിഞ്ഞു. ഈ 2 കാർഡുകൾ ചേർന്ന് പറയുമ്പോൾ പഴയ തെറ്റിദ്ധാരണകൾ, വൈകാരിക ഭാരങ്ങൾ, പരസ്പരം തളർത്തിയ മാനസിക സമ്മർദ്ദങ്ങൾ എല്ലാം അതിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലെത്തി പൂർണ്ണമായി അവസാനിച്ചു. ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന് ഉറപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം പഴയ ആ സങ്കടത്തിൻ്റെ ഭാരം ഇനി ആരും ചുമക്കേണ്ടതില്ല. ഇരുട്ടടി പോലെ തോന്നിപ്പിച്ച് ആ പഴയ കാലം കഴിഞ്ഞ് പുതിയൊരു പുലരിയിലേക്ക് കാൽ വയ്ക്കുന്ന ഘട്ടമാണിത്. ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് സ്വതന്ത്രമായി പുതിയൊരു വ്യക്തതയോടെയുള്ള തുടക്കമാണ് ഈ 2 കാർഡുകളും ചേർന്ന് ഉറപ്പു നൽകുന്നത്. ഈ സ്പ്രെഡിൽ 2 ഓഫ് സോർഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് സോർഡ്സ് എന്നീ 2 കാർഡുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. 2 ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നത് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയാതെ നിന്ന അവരുടെ അവസ്ഥയെയാണ്. തീരുമാനങ്ങൾ എടുക്കാൻ ഭയം, സത്യം കാണാൻ തയ്യാറാകാതിരിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ 2 വഴികൾക്കിടയിൽപ്പെട്ട് നിശ്ചലമായി നിൽക്കുക എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ വികാരങ്ങളെ പുറത്ത് കാണിക്കാതെ ഉള്ളിലൊതുക്കി ഒരു മതിൽ കെട്ടി മാറിയിരിക്കുന്ന ഘട്ടമാണിത് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ കാർഡിൻ്റെ കൂടെ ക്യൂൻ ഓഫ് സോർഡ്സ് വരുമ്പോൾ ഈ ആശയക്കുഴപ്പങ്ങളെല്ലാം മാറി അവർക്ക് പെട്ടെന്ന് ഒരു വ്യക്തതയെയും ബുദ്ധിപൂർവമായ ഒരു തീരുമാനത്തെയും എടുക്കാൻ സാധിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. മുമ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നിരുന്ന അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ തുറന്നു കാണാനും വ്യക്തമായൊരു തീരുമാനത്തിലേക്ക് എത്താനും ആ വ്യക്തിക്ക് സാധിച്ചു എന്ന് വേണം കരുതാൻ. കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാതെ സത്യസന്ധമായി മുഖത്ത് നോക്കി സംസാരിക്കാനും വേണ്ടാത്തതിനെ വെട്ടിമാറ്റാനുമുള്ള ധൈര്യം അവർക്ക് ഈ മാറ്റത്തിലൂടെ ലഭിക്കുന്നു. 9 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 6 ഓഫ് വാൺസ് എന്നീ 2 കാർഡുകൾ ഒരുമിച്ച് വരുന്നത് വളരെ മനോഹരമായ പോസിറ്റീവായ ഒരു എനർജിയാണ്. അവർക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട് എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങളെ നേടുന്നത് തൻ്റെ ജീവിതത്തിലെ വലിയൊരു വിജയമായിട്ടാണ് അവർ കാണുന്നത്. നിങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് അഭിമാനത്തോടെ ചേർത്ത് പിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. മുമ്പ് മനസ്സിലുണ്ടായ ആശയക്കുഴപ്പങ്ങളും വഴിമുടക്കിയ അവസ്ഥയും അവർ പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഇനി നിങ്ങളെ പിരിയാൻ അവർക്ക് കഴിയില്ലെന്ന് ഉറച്ച ബോധ്യം അവരുടെ മനസ്സിലുണ്ട്. വികാരപരമായി മാത്രം ചിന്തിക്കാതെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് തനിക്ക് ഏറ്റവും നല്ലത് എന്ന് അവർ ബുദ്ധിപൂർവ്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു.
ഇവിടെ കിങ് ഓഫ് കപ്സ് കാർഡും വന്നിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ കാറ്റിലും കോളിലും പെടാത്ത വളരെ ശാന്തവും പക്വതയുമായ സ്നേഹമാണുള്ളത്. പഴയതുപോലെ താൽക്കാലികമായ ആവേശമോ സംശയമോ ദേഷ്യമോ അല്ല ഇപ്പോൾ. നിങ്ങളെ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്നത് വളരെ ശാന്തമായും നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുമാണ്. ഇത് ഒരു രക്ഷകനെ പോലെ അല്ലെങ്കിൽ താങ്ങായി കൂടെ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇനി അവരുടെ മനസ്സിൽ സംശയങ്ങളില്ല. നിങ്ങളാണ് അവരുടെ വിജയമെന്നും അവരുടെ സമാധാനമെന്നും അവർ ഉറച്ച നിലപാടിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. ആഴത്തിലുള്ള സ്നേഹവും അതിലേറെ ബഹുമാനവും നിറഞ്ഞതാണ് അവരുടെ പ്രണയം. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.